ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അഞ്ജലി, അവനെക്കുറിച്ച് സംസാരിച്ചത് മതി. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ദേവന്റെ തോളിൽ വച്ചിരുന്ന അഞ്ജലിയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ദേവൻ പറഞ്ഞു. ഈ സമയം രവി ചെടികൾ നനച്ചു കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്ന് രാമേട്ടനോട് പറഞ്ഞു. ആ പെണ്ണുകൂടി ഇന്ന് വന്നിട്ടുണ്ട് അഞ്ജലി, അതിനുള്ളത് കൂടി ഉണ്ടാക്കിക്കോ. ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോ ആ കൊച്ചു വരുന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനുള്ളത് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, രാമേട്ടൻ പറഞ്ഞു. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്ന സ്ത്രീ വന്നു പറഞ്ഞു. ദേവൻ സാറിന്റെ മുറിയിൽ ആ കൊച്ചുകൂടി ഉണ്ട്, അതുകൊണ്ട് സാറിന്റെ മുറി ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. ബാക്കി എല്ലാവരുടെയും കഴിഞ്ഞോ, രാമേട്ടൻ ചോദിച്ചു. ഇല്ല, മേലെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, താഴെ കൂടിയുണ്ട്, ആ സ്ത്രീ പറഞ്ഞു. എന്നാ വേഗം ചെയ്യാൻ നോക്ക്, രാമേട്ടൻ പറഞ്ഞു. അവർ അവരുടെ ജോലിയിലേക്ക് നീങ്ങി. രവി പുറത്തുപോയി കാർ കഴുകാൻ തുടങ്ങി. വൈകുന്നേരം ഗൗരി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ പങ്കജം ചോദിച്ചു. എവിടെ പോവുകടി? ഞാൻ അമ്പലത്തിലേക്ക്, ഗൗരി പറഞ്ഞു. കല്യാണം പറഞ്ഞു വെച്ച പെണ്ണാ, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. പറഞ്ഞു വെച്ച കല്യാണം ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ച് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ നിൽക്കണ്ട, പങ്കജം പറഞ്ഞു. അവൾ പങ്കജത്തെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്ന് പോയി. അമ്പലത്തിൽ ചെന്ന് തിരുനടയിൽ നിന്ന് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മനസ്സുരുകി അവൾ പ്രാർത്ഥിച്ചു. എന്റെ മഹാദേവ, മറ്റൊരാശ്രയവും എനിക്കില്ല. എന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീരിന് ഇനിയൊരു അറുതിയുമില്ലേ? ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരാ മഹാദേവ ഉള്ളത്? എന്റെ സങ്കടങ്ങൾ ഞാൻ നിന്നോടല്ലേ പറയാറുള്ളത്? എന്നെ പരീക്ഷിച്ച് ഇനിയും മതിയായില്ലേ മഹാദേവ? നൊന്തു വിളിക്കുന്നവർക്ക് ആശ്രയം നൽകുന്ന മഹാദേവനല്ലേ നീ? എന്റെ സങ്കടങ്ങൾ എന്തുകൊണ്ടാ നീ കാണാത്തത്? മറ്റെല്ലാ കുഞ്ഞുങ്ങളും അമ്മ എന്നാണ് ഏറ്റവും കൂടുതൽ വിളിക്കാറ്. എന്നാൽ ഞാൻ നിന്നെയല്ലേ മഹാദേവ വിളിക്കുന്നത്? ഉണർന്നാൽ ഉറങ്ങുന്നത് വരെ എത്ര തവണ ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ മഹാദേവ എന്റെ വിളി കേൾക്കാത്തത്? അവൾ കണ്ണു തുറന്ന് മഹാദേവനെ നോക്കി. ശേഷം കണ്ണിൽ നിന്നൊഴുകി വന്ന കണ്ണുനീർ തുടച്ചു മാറ്റി. മറ്റാരെങ്കിലും കണ്ടോ എന്ന് നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ല. അവൾ തൊഴുത് പ്രദക്ഷിണം ചെയ്ത് പുറത്തിറങ്ങി. പുറത്ത് സുമിത്ര അവളെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഗൗരി നടക്കാൻ തുടങ്ങിയപ്പോൾ സുമിത്ര വിളിച്ചു. ഗൗരി. ഗൗരി തിരിഞ്ഞു നോക്കിയപ്പോൾ സുമിത്ര അവളോട് അടുത്തേക്ക് ചെന്നു പറഞ്ഞു. കുറെ നേരം കണ്ണുകൾ അടച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അവിടെ വന്ന് തൊഴുതു പുറത്തിറങ്ങി, എന്നിട്ടും നിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ലായിരുന്നു, സുമിത്ര പറഞ്ഞു. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മഹാദേവനോടാ പറയാറ്. മറ്റാരും എന്നെ കാണാനോ കേൾക്കാനോ ഇല്ല, ഗൗരി പറഞ്ഞു. വാ എന്ന് പറഞ്ഞ് സുമിത്ര ഗൗരിയെ കൂട്ടി മുന്നോട്ട് നടന്നു. നിന്റെ സങ്കടങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ആളുണ്ടാവും. നൊന്തു വിളിക്കുന്നവരെ കൈവിടില്ല മഹാദേവൻ, സുമിത്ര പറഞ്ഞു. എന്റെ കാര്യത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കുട്ടിക്കാലം മുതൽ നൊന്തു വിളിക്കുന്നതാ ഞാൻ, ഗൗരി പറഞ്ഞു. ഗൗരി, അത് പറയരുത്. ഇതുപോലെ ആശ്രയമില്ലാത്ത എത്ര പെൺകുട്ടികൾ പലതരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മഹാദേവൻ ഗൗരിയെ രക്ഷിച്ചില്ലേ? അപ്പൊ പിന്നെ കൈവിട്ടൂന്ന് പറയാൻ പറ്റുമോ? സുമിത്ര ചോദിച്ചു. അതും ശരിയാ, ഗൗരി പറഞ്ഞു. മഹാദേവൻ എല്ലാം കാണുന്നുണ്ട് ഗൗരി. അങ്ങനെ കൈവിടൊന്നുമില്ല, സുമിത്ര പറഞ്ഞു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം സുമിത്ര തുടർന്നു. വീട്ടിൽ കയറിയിട്ട് പോയാൽ മതി. ഇന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ട്, സുമിത്ര പറഞ്ഞു. വേണ്ട ആന്റി, ഞാൻ പിന്നൊരു ദിവസം വരാം, ഗൗരി പറഞ്ഞു. അത് പറ്റില്ല, ഇന്ന് വന്നേ പറ്റൂ, സുമിത്ര നിർബന്ധിച്ചു. അപ്പോ ഗൗരി സുമിത്രയുടെ കൂടെ ചെന്നു. കുട്ടികളുടെ അച്ഛൻ ടാക്സി ഡ്രൈവറാണ്. മോന് ജോലിയായപ്പോ അച്ഛൻ ഇനി പോണ്ടാന്നൊക്കെ അവൻ പറഞ്ഞു. എന്നാലും കുറെ കാലായി പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും പോകും. ദൂരെയൊന്നും പോവില്ല, അടുത്ത് വല്ലതും. അവിടെ നിനക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു, സുമിത്ര ചോദിച്ചു. അമ്മാവനും അമ്മായിയും, അവർക്ക് 2 മക്കളും, പിന്നെ മുത്തശ്ശിയും. മുത്തശ്ശി മരിച്ച് 1 വർഷം കഴിഞ്ഞു, ഗൗരി പറഞ്ഞു. രാഘവൻ നിനക്ക് കല്യാണാലോചന നടത്തുന്നുണ്ടോ, സുമിത്ര ചോദിച്ചു. അത് കേട്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് സങ്കടം വന്നു. അപ്പോൾ സുമിത്ര ചോദിച്ചു. എന്തുപറ്റി? എന്താ നിന്റെ മുഖം വാടിയത്? ഏയ്, ഒന്നുമില്ല, ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു. അവർ വീട്ടിലെത്തിയപ്പോൾ രാജീവും രേണുവും TV കാണുകയായിരുന്നു. കയറി വാ എന്ന് പറഞ്ഞ് സുമിത്ര ഗൗരിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ രാജീവ് ഗൗരിയെ കണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു.
ആഹാ, ഗൗരിയോ? സാർ, അവൾ വിളിച്ചു. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? സുമിത്ര ചോദിച്ചു. ഗൗരി മഹാദേവ അസോസിയേറ്റ്സിലാണ് വർക്ക് ചെയ്യുന്നത്, രാജീവ് പറഞ്ഞു. അപ്പോ നിങ്ങൾ രണ്ടാളും നേരത്തെ പരിചയമുണ്ടോ? രേണു ചോദിച്ചു. കുറച്ചു ദിവസം മുമ്പാ ഗൗരി അവിടെ ജോയിൻ ചെയ്തത്, രാജീവ് പറഞ്ഞു. ഈ ചേച്ചി നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടേട്ടാ, രേണു പറഞ്ഞു. ഒരു ദിവസം ജോലി കഴിഞ്ഞു വരുമ്പോ ആന്റിയെ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോ കൂട്ടിക്കൊണ്ടുവന്നതാ, ഗൗരി പറഞ്ഞു. ഗൗരി ഇരിക്ക് എന്ന് പറഞ്ഞ് രാജീവ് അവിടെയിരുന്നു. വേണ്ട, ഞാനിവിടെ നിൽക്കാം, ഗൗരി മടിയോടെ പറഞ്ഞു. ഇരിക്ക് ചേച്ചി എന്നു പറഞ്ഞ രേണു ഗൗരിയെ കൈപിടിച്ചു കൊണ്ടുവന്ന് സെറ്റിയിലിരുത്തി. ഗൗരി ഇവിടെ ഇരിക്ക്, ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം, സുമിത്ര പറഞ്ഞു. വേണ്ട ആന്റി, ഗൗരി പറഞ്ഞു. അമ്മ ഇവിടെ ഇരിക്ക്, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രേണു അകത്തേക്ക് പോയി. എന്തൊക്കെയുണ്ട് ഗൗരി വിശേഷം? ജോലിയൊക്കെ എങ്ങനെ? കുഴപ്പമൊന്നുമില്ലല്ലോ, രാജീവ് ചോദിച്ചു. അത് എനിക്ക് വേറെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോ? ഗൗരി ചോദിച്ചു. ഇവിടെ എന്തു പറ്റി? ബുദ്ധിമുട്ട് വല്ലതുണ്ടോ? രാജീവ് ചോദിച്ചു. എനിക്ക് അഞ്ജലി മേഡവും നാൻസി മേഡവും ജോലിയൊന്നും ഇപ്പൊ തരുന്നില്ല. 2 ദിവസമായി ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു, ഗൗരി പറഞ്ഞു. അതെന്തു പറ്റി? ജോലി ചെയ്യാൻ നല്ല മടിയുള്ളവരാണല്ലോ അവര്, രാജീവ് പറഞ്ഞു. എനിക്കറിയില്ല, ഇപ്പോ ഒന്നും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നില്ല, ഗൗരി പറഞ്ഞു. ഞാൻ ദേവൻ സാറിനോടൊന്ന് പറയാം, രാജീവ് പറഞ്ഞു. അയ്യോ വേണ്ട സാർ, എനിക്ക് പേടിയാ, ഗൗരി പറഞ്ഞു. സാറെന്നോ? നീ രാജീവേട്ടാന്നല്ലേ വിളിച്ചിരുന്നത്? ഇപ്പോ അതൊക്കെ മറന്നോ? സുമിത്ര ചോദിച്ചു. അതെ, സാറെന്നൊന്നും വിളിക്കേണ്ട ചേച്ചി, ചേച്ചി രാജീവേട്ടാന്ന് വിളിച്ചാ മതി എന്ന് പറഞ്ഞ് രേണു അവർക്ക് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു. അവൾ രേണുവിന്റെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങിയിട്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അത് മാറ്റാൻ എളുപ്പമായിരിക്കും അല്ലേ ഏട്ടാ എന്ന് പറഞ്ഞ് രേണു ഗൗരിയുടെ അടുത്തിരുന്നു. ആ, കുറച്ച് ദിവസമായിട്ട് തന്നെ ഉള്ളൂ, അതുകൊണ്ട് മാറ്റാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ ഗൗരി, രാജീവ് ചോദിച്ചു. അവൾ മൂളി. ജ്യൂസ് വേഗം കുടിച്ചു തീർത്ത് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഗൗരി പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ, നേരം വൈകിയ വഴക്കു പറയും. ഇപ്പൊ പൊയ്ക്കോ, ഇനി വല്ലപ്പോഴും ഒക്കെ വരണം കേട്ടോ, സുമിത്ര പറഞ്ഞു. അവൾ മൂളി. ശരി സാർ, അവൾ പറഞ്ഞു. സാറല്ല, രാജീവേട്ടൻ, രേണു ഓർമ്മിപ്പിച്ചു. ഗൗരി ചിരിച്ചുകൊണ്ട് എന്ന് മൂളി അവിടെ നിന്നിറങ്ങി. അവളെ യാത്രയാക്കാൻ അവർ ഉമ്മറത്തേക്ക് വന്നു. അവൾ പോകുന്നത് നോക്കി എല്ലാവരും അവിടെ നിന്നു. അച്ഛൻ എവിടെ മക്കളെ? സുമിത്ര ചോദിച്ചു. അപ്പുറത്തെ വീട്ടിലെ അങ്കിള് എയർപോർട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പ അച്ഛൻ പോയി, രേണു പറഞ്ഞു. ഈ നേരത്ത് പോയിട്ട് ഇനി എപ്പ തിരിച്ചെത്താനാ? ഈ മനുഷ്യനോട് ദൂരെയൊന്നും പോകണ്ടെന്ന് പറഞ്ഞ കേക്കില്ല എന്ന് പറഞ്ഞ് സുമിത്ര അകത്തേക്ക് പോയി. ഗൗരി ചേച്ചി നല്ല ചേച്ചിയാ അല്ലേട്ടാ? രേണു ചോദിച്ചു. ആ, കുഴപ്പമില്ല, രാജീവ് പറഞ്ഞു. ഏട്ടന് ഇഷ്ടായോ? രേണു ചോദിച്ചു. പോടി എന്ന് പറഞ്ഞ് രാജീവ് അവളെ തല്ലാൻ കയ്യോങ്ങി. അപ്പോൾ അവൾ അവിടെ നിന്ന് ഓടി. രാജീവ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരി പോയ ഭാഗത്തേക്ക് നോക്കി നിന്നു. രേണു അകത്തുനിന്ന് രാജീവിനെ എത്തി നോക്കി പറഞ്ഞു. ഏട്ടാ, ഞാൻ കണ്ടു. രാജീവ് നാണത്തോടെ ഒന്ന് ചിരിച്ച് നീ പൊടി എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഗൗരി വീട്ടിലെത്തുമ്പോൾ രാഘവൻ ഉമ്മറത്തിരിക്കുകയായിരുന്നു. അവളെ കണ്ടതും ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു. ഈ സന്ധ്യനേരത്ത് നീ എവിടെ പോയതാടി? ഞാൻ അമ്പലത്തിലേക്ക് പോയതാ, ഗൗരി പറഞ്ഞു. പോയിട്ട് എത്ര നേരായിടി? ആരുടെ കൂടെ ചുറ്റിക്കറങ്ങിയിട്ടാ വരുന്നത് എന്ന് ചോദിച്ച് പങ്കജം അവിടേക്ക് വന്നു. സന്ധ്യ നേരത്ത് അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങിയിട്ട് ഇരുട്ടിയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് ആരെങ്കിലും കണ്ടാൽ എന്തു പറയും? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ നീയ്? അച്ഛനും അമ്മയും കുടുംബവും ഒക്കെയുള്ള ഒരു തറവാട്ടിലേക്ക് കല്യാണം കഴിച്ച് കയറി ചെല്ലേണ്ട ഒരു പെണ്ണാ നീയ്. ഇതെല്ലാം അവരറിഞ്ഞ എന്തു വിചാരിക്കും? രാഘവൻ ചോദിച്ചു. അച്ഛനും അമ്മയും കുടുംബവും ഒക്കെയുള്ള തറവാടിയായ ഒരാള് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ നിൽക്കുവോ? അതിൽ നിന്നറിയാം അയാളുടെ അന്തസ്, ഗൗരി പറഞ്ഞു. അത് കേട്ടതും രാഘവൻ അവളുടെ ചെകിടത്ത് ആഞ്ഞൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു. തർക്കുത്തരം പറയുന്നോടി. പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നാൽ കൊള്ളാം, ഇല്ലെങ്കിലുണ്ടല്ലോ കേറിപ്പോടിയകത്ത്, അയാൾ അലറി. അത് കേട്ട് ഗൗരി പേടിച്ച് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി.